അസസ്മെൻറ്റ് ഫോർ ലേണിംഗിലെ യൂണിറ്റ് 3 ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ് പോയിൻറ്റ്സ് മാത്രം പെട്ടെന്ന് ഓടിച്ച് പറയുകയാണേ. ഇപ്പോൾ ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കാം അത് യൂസ് ചെയ്യുന്നതുള്ളത്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എവിഡൻസ് ഗ്യാദർ ചെയ്യുന്നു. ഇപ്പോൾ ടെക്നിക്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടൂളെങ്കിൽ ആ പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡിനെയാണ് ടെക്നിക് എന്ന് പറയുന്നത്. അത് ത്രൂ ആയിരിക്കാം നമ്മൾ ഈ ടൂൾസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് വേ ഓഫ് കളക്ടിങ് മീനിങ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ടൂൾസിൽ എന്താ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യൂസ്ഡ് ഫോർ അസസ്മെൻറ്റ്, ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഹൗ ദീസ് ടൂൾസ് ആർ അപ്ലൈഡ് എന്നുള്ളതാണ്. അപ്പോൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിനും അസസ്മെൻറ്റ് ഡിവൈസസിനും വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയസ് ഫോംസ് ആണ്. അപ്പോൾ ടൂൾസ് രണ്ട് തരത്തിൽ വരാം. ഒന്നല്ലെങ്കിൽ ടീച്ചർ പ്രിപ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ടൂൾസ് ആയിരിക്കാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തൊക്കെ ഒബ്സർവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാം. ഇതിന് പുറമെ, ടൂൾസിന് പുറമെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ യൂസ് ചെയ്യാം, ഇൻ്റർവ്യൂസ് ചെയ്യാം, അനാലിസിസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ്, പോർട്ട്ഫോളിയോസ് ഓർ റിപ്പോർട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് ടെക്നിക്സ് ഓഫ് അസസ്മെൻറ്റ്. ഇനി ക്ലാസ് റൂം അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടൂൾസ് 2-3 ഓർത്തിരിക്കണം. എക്സാമ്പിൾസ് ചോദിക്കാം. ഒന്ന് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അതറിയാലോ. ലേണിങ്ങിന് ശേഷം ഏതെങ്കിലും സ്പെസിഫിക് കണ്ടന്റ് സ്കിൽസ് അവർ ലേൺ ചെയ്തിട്ടുണ്ടോ, എത്ര നന്നായി ലേൺ ചെയ്തിട്ടുണ്ട്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ റെക്കോർഡാണ്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റോ ബിഹേവിയറോ സ്പെസിഫിക് ആയിട്ട് ലേണറിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ. ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. 3 ഇയറോ അല്ലെങ്കിൽ മോർ ദാൻ 3 ഇയറോ ഒക്കെ ഇതിൽ വരാം. അക്കാദമിക്, പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എല്ലാം വരുന്നതാണ്. ക്യുമുലേറ്റീവ് മീൻസ് ടോട്ടൽ ആണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റാണ്. അതിലൊരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഓഫ് ബിഹേവിയേഴ്സ്, അതിനെ നമ്മൾ മാർക്ക് ചെയ്യും. പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ. ഇപ്പോൾ എന്താണ്, സ്പോർട്സ് ഉണ്ടോ, അതിലൊന്നല്ലെങ്കിൽ പ്രസൻറ്റ്, ആബ്സെൻ്റ് അല്ലെങ്കിൽ എസ് ഓർ നോ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചെക്ക് ലിസ്റ്റിൽ വരും. ഇനി റേറ്റിംഗ് സ്കെയിലിൽ നോക്കുന്നത് ഡിഗ്രി ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് എ പർട്ടിക്കുലർ ട്രേറ്റ് ഓർ ബിഹേവിയർ. ക്വസ്റ്റിനെയറിൽ ഒരു സെറ്റ് ഓഫ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻസ്, ബാക്ക്ഗ്രൗണ്ട് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ടാണ്. ഇൻവെൻട്രി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെയർ ആണ്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇൻട്രസ്റ്റ്, വാല്യൂസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറിയാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, എസ്സേ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ ഇതിൽ വരാം. ഓക്കെ, ഇനി ഈ ടൂൾസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് ബിഹേവിയറിനെ കുറിച്ച് അത് തരുന്നുണ്ട്. ഇനി ക്ലാസ് റൂം അസസ്മെൻറ്റിൻ്റെ ടെക്നിക്സ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ടൂൾസ് ആണ്. ടെക്നിക്സിൽ വരുന്നതാണ് ഒബ്സർവേഷൻ, കുട്ടികളുടെ ആക്ഷൻ, ഇൻട്രാക്ഷൻ, ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ, അത് 1-to-1 ആവാം, അതായത് ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും. അതും സ്റ്റുഡൻസിൻ്റെ തോട്ട്സും ഫീലിങ്സിനും വേണ്ടിയിട്ടാണ്. സെൽഫ് റിപ്പോർട്ടിങ്ങിൽ എന്താണ് കുട്ടികൾ ചെയ്യുന്നത്, സ്റ്റുഡൻസ് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു അബൌട്ട് ദെയർ ലേണിംഗ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് എ സിംഗിൾ സ്റ്റുഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ആവാം, ഓവർ എ പർട്ടിക്കുലർ ടൈം. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ്. അതായത് ഡ്രോയിങ്ങിലൂടെയും സ്റ്റോറി ടെല്ലിങ്ങിലൂടെയൊക്കെ ഹിഡൻ ഇമോഷൻസും തോട്ട്സും, അതായത് ഇൻട്രോവേർട്ട് ആൻഡ് ഷൈ ആയ കുട്ടികൾക്കാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. സോഷ്യോമെട്രി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. ഇത് സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്തിൻ ഗ്രൂപ്പ്, ഫ്രണ്ട്ഷിപ്പ് പാറ്റേൺ, അക്സെപ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ, സിമ്പതി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കുക. ഇനി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫോർമൽ എക്സാമിനേഷൻ ആണ്. ഇതൊരു കുട്ടിയുടെ നോളജും സ്കിൽസും ആപ്റ്റിറ്റ്യൂഡും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ടെക്നിക്സ് എന്ന് പറയുന്നത് 1 or more ടൂൾസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുന്നുണ്ട് ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ടൂൾസ് എന്ന് പറയുന്നതിൽ ഏതൊക്കെ വരുന്നുണ്ട്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്, അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ക്വസ്റ്റ്നെയർ, ഇൻവെൻട്രി, ടെസ്റ്റ്. ടെക്നിക്സിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, സെൽഫ് റിപ്പോർട്ടിംഗ്, കേസ് സ്റ്റഡി, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, സോഷ്യോമെട്രി, പിന്നെ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ്. ഇവാലുവേഷൻ അപ്രോച്ചാണ് ഇതിനുള്ളത്. അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഗെയിൻ ചെയ്തിട്ടുണ്ടോ, അത് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടോ. അപ്പോൾ ഏത് സ്കൂൾ സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും ഒരു ലാർജ് നമ്പർ ഓഫ് നോളജ് ഐറ്റംസ് ഒരു കുട്ടി പഠിക്കും. അപ്പോൾ അതിൽ ഇൻഫർമേഷൻ ലെവൽ ഉണ്ടാവാം, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉണ്ടാവാം, ചിലത് അപ്ലിക്കേഷൻ ലെവലിലാവാം. അപ്പോൾ അത് സൈക്കോമോട്ടർ അഫക്റ്റീവ് ഡൊമൈനിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നോക്കുന്നത്. ഓരോ കുട്ടിയും ഡിഫറെൻറ്റ് ലെവൽസിലായിരിക്കും ഓരോ കാര്യങ്ങളും ലേൺ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് നോക്കുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നോക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയും. അനക്ഡോട്ടൽ റെക്കോർഡ് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഒരു ടീച്ചറുടെ ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒക്കേഷനിൽ ആ കുട്ടിയുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒക്കെ ആയിരിക്കാം. ഇത് ക്ലാസ് റൂമിൽ ഒബ്സർവ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് സ്കൂളിലെ ഒരു കൊളീഗുമായിട്ട് ഈ കുട്ടി ഡീൽ ചെയ്യുന്നത്,
പിന്നെ ഏതെങ്കിലും ഒരു വാല്യുബിൾ ഐറ്റം ഒരു സ്കൂൾ ക്യാമ്പസിൽ നിന്ന് കിട്ടി അതെന്താണ് ചെയ്യുന്നത്, ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. പിന്നെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഒരു ഒബ്സർവേഷനാണ്. അക്യുറേറ്റ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഇപ്പോൾ 2 കോളംസ് ആണ് ഇതിൽ വരിക. എന്താണ് ആ ഇൻസിഡൻറ്റ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദാറ്റ് ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ആ സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനും ടീച്ചറിന് ഇവിടെ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെറിറ്റ്സിൽ നോക്കുക, ബിഹേവിയറൽ ഇൻസൈറ്റ് ഉണ്ട്, സെൽഫ് അപ്രൈസൽ ഉണ്ട്, ഹെൽപ്ഫുൾ ഫോർ ടീച്ചേഴ്സ് ആണ്, കണ്ടിന്യൂറ്റി. ഇപ്പോൾ മറ്റൊരു ടീച്ചർ വന്നാൽ ആ ടീച്ചർക്ക് ഇത് നോക്കിയാൽ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കാം. ആൻഡ് യൂസ്ഫുൾ ഇൻ ഗൈഡൻസ്. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സബ്ജക്റ്റീവ് ആവാം, ഹാംഫുൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരാം, പിന്നെ ഒബ്സർവറിൻ്റെ മുൻവിധികൾ അതിനെ ബാധിക്കാം, പിന്നെ ടൈം ഡിലേ. ഇപ്പോൾ ഒബ്സർവേഷന് തൊട്ടും അടുത്ത നിമിഷം ഇത് എഴുതണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാനിപ്പുലേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആക്കിയാം, ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇയേഴ്സ് വരെ ക്യുമുലേറ്റീവ് റെക്കോർഡ് പോകാം. ഇതിൻ്റെ കോർ പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ഓവറോൾ ഡെവലപ്മെൻ്റ് ആണ്. അക്കാദമിക്സ് മാത്രമല്ല, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഹൈറ്റ്, വെയിറ്റ്, ജനറൽ ഫിറ്റ്നസ്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ലേണിംഗ് എബിലിറ്റീസ്, അക്കാദമിക് സ്കോഴ്സ്, മോറൽ ഡെവലപ്മെൻറ്റ്, ബിഹേവിയർ, വാല്യൂസ്, സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, റിലേഷൻഷിപ്സ്, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഹെൽത്ത്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്സ്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ വ്യൂ അബൌട്ട് ദ സ്റ്റുഡൻറ്റ് ഗ്രോത്ത് കിട്ടും. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററിയെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് അക്കാദമിക് ആൻഡ് പേഴ്സണൽ പ്രോഗ്രസ് ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ അസസ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ പൊട്ടൻഷ്യലൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് അല്ല, ഇൻഅഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഓൺഗോയിങ് ആണ്, കൺസിസ്റ്റൻറ്റ് ഡെവലപ്മെൻറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അച്ചീവ്മെൻറ്റ്, കണ്ടക്ട്, ഹെൽത്ത്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടേംസ് ഓഫ് ഇയേഴ്സിലാണ്. അപ്പോൾ ഇത് കോംപ്രിഹെൻസീവ് ആണെങ്കിൽ പോലും റെസ്ട്രിക്റ്റഡ് ടു സ്കോഴ്സ് ആൻഡ് മാർക്സ് എലോൺ ആണ്. പിന്നെ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ക്യുമുലേറ്റീവ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് അതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമാറ്റ് ആണ്. അതായത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓവർ എ 3 year പീരീഡ് അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ആയിരിക്കും. ഇപ്പോൾ ഔട്ട്കംസ് ഓഫ് വേരിയസ് ടെസ്റ്റ്, ഒബ്സർവേഷൻ, ബിഹേവിയർ ഇവാലുവേഷൻസ് ഒക്കെ ഇതിൽ വരും. മെൻ്റൽ ഗ്രോത്ത്, മോറൽ ബിഹേവിയർ, സോഷ്യൽ അഡാപ്റ്റബിലിറ്റി, ഫിസിക്കൽ ഹെൽത്ത്, അക്കാദമിക് ഡെവലപ്മെൻറ്റ്, ഇത്രയാണ് ഇതിൽ വരുന്നത്. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ്, മൾട്ടി ഡയമെൻഷണൽ ആണ്, ലോങ് ടേം വ്യൂ തരുന്നുണ്ട് അബൌട്ട് എ സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റ്. പിന്നെ എഡ്യൂക്കേഷൻ ഇവിടെ പേഴ്സണലൈസ്ഡ് ആണ്, ഫെയർ ആണ്, ഹോളിസ്റ്റിക് ആണ്. അടുത്തത് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ജാവ പോലെയാണ്. വാട്ട് ഈസ് ജാവ? ജാവ ഈസ് ലൈക്ക് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഈസ് സിമ്പിൾ അറ്റ് പവർഫുൾ. ഇവിടെ ഒരു സ്ട്രക്ചേർഡ് ലിസ്റ്റ് ഓഫ് ബിഹേവിയേഴ്സ്, ട്രേറ്റ്സ്, സ്കിൽസ് ആൻഡ് ആക്ടിവിറ്റീസ്. അതൊരു കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാവാം, ഡിസൈർ ചെയ്യുന്നതായിരിക്കാം. ഇവിടെ ഒബ്സർവർ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യണം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബിഹേവിയർ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ. ഇത് എസ് ഓർ നോ ആയിരിക്കാം, പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ് ഫോമാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടിക്ക് മാർക്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവേഷൻസിൻ്റെ സ്ട്രക്ചേർഡ് മാനറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും കവേർഡ് ആണ് ഡ്യൂറിങ് ദ ഒബ്സർവേഷൻ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് വാല്യുവേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. ഈസി ടു യൂസ് ആണ്, കൺസിസ്റ്റൻസി എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂസീവ് ആണ്, ടൈം സേവിങ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചെക്ക് ലിസ്റ്റിൽ ഐഡൻറ്റിഫിക്കേഷൻ ഡാറ്റ വേണം, നെയിം, സെക്സ്, ഫാദേഴ്സ് നെയിം, അഡ്രസ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, പാരൻ്റൽ എഡ്യൂക്കേഷൻ, ഫാമിലി സ്ട്രക്ചർ, ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ഡാറ്റ, ഹെൽത്ത് സ്റ്റാറ്റസ്, ഗ്രോത്ത് റെക്കോർഡ്സ്, മെഡിക്കൽ ഹിസ്റ്ററി. എഡ്യൂക്കേഷണൽ ഡാറ്റയിൽ എന്തൊക്കെ വരും? അക്കാദമിക് പെർഫോമൻസ്, അറ്റൻഡൻസ്, സബ്ജക്റ്റ് ഇൻട്രസ്റ്റ്. കോ കരിക്കുലർ ഡാറ്റയിൽ സ്പോർട്സ്, ആർട്സ്, ക്ലബ്സ്, NCC പാർട്ടിസിപ്പേഷൻ വരും. വൊക്കേഷണൽ ഡാറ്റയിൽ ഇൻട്രസ്റ്റ്, സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്. സൈക്കോളജിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ ബിഹേവിയർ പാറ്റേൺസ്, ആറ്റിറ്റ്യൂഡ്, ഇമോഷണൽ ബാലൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ, എന്തെങ്കിലും കുട്ടിയുടെ ഗ്രോത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാം. പിന്നെ ടീച്ചറിൻ്റെ റിമാർക്സ് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ടിക്ക് മാർക്ക്, അതായത് സ്പോർട്സ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ടിക്ക് ചെയ്യരുത്. പിന്നെ എസ് ഓർ നോ, സ്പോർട്സ് ആണ്, എസ് ഓർ നോ ആണ് എന്താണെന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ചെക്ക് ലിസ്റ്റും വളരെ വാല്യുബിൾ ആൻഡ് പ്രാക്ടിക്കൽ അസസ്മെൻറ്റുമാണ്. ഇപ്പോൾ എന്തിനെ കുറിച്ച് ചോദിച്ചാലും എന്തെന്നെ എഴുതുക. അപ്പോൾ ഇതിൽ ഏതിനെ കുറിച്ച് ചോദിച്ചാലും വളരെ വാല്യുബിൾ ആണ്, പ്രാക്ടിക്കൽ ആണെന്നുള്ളത് എഴുതുക. ഇതും കോമൺ ആണ്. ട്രാക്ക് പ്രോഗ്രസ്, ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ഓർ ഗ്യാപ്സ്, ക്ലിയർ, കൺസിസ്റ്റൻറ്റ്, സിമ്പിൾ ഫോർമാറ്റ് ആണ്, സിസ്റ്റമാറ്റിക് നേച്ചർ ആണ്, മറ്റു കാര്യങ്ങളൊക്കെ എഴുതാം. അടുത്തത് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ അബൌട്ട് അനദർ പേഴ്സൺസ് ട്രേറ്റ്സ്, ബിഹേവിയർ. മറ്റൊരാളുടെ പെർഫോമൻസിനെ കുറിച്ചോ ബിഹേവിയറിനെ കുറിച്ചോ ആളുടെ പേഴ്സണാലിറ്റി ട്രേറ്റിനെ കുറിച്ചോ വേറൊരാൾ ചെയ്യുന്ന ഒരു ജഡ്ജ്മെൻറ്റിനെയാണ് റേറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റേറ്റിംഗ് സ്കെയിൽ ഒരു ടൂളാണ്. ഒരു ഒപ്പീനിയൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മൾ റേറ്റ് ചെയ്യും എന്നൊക്കെ പറയാറില്ല. ഇപ്പോൾ സ്വിഗ്ഗി അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസ് റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ 5 അല്ലെങ്കിൽ 4 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ന്യൂമറിക്കൽ വാല്യൂ ആണ് അത് കൊടുക്കുന്നത്. അപ്പോൾ റെക്കോർഡഡ് ജഡ്ജ്മെൻറ്റ്സ് ആണ് ഇൻ അബ്സല്യൂട്ട് ടേംസ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ക്രൈറ്റീരിയ.
ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, ബിഹേവിയർ ഒക്കെയാണ്. ഇപ്പോൾ ചെക്ക് ലിസ്റ്റിൻ്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റിൽ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. റേറ്റിംഗ് സ്കെയിലിൽ ആ ഡിഗ്രി ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് എ പർട്ടിക്കുലർ റേറ്റും കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ യൂഷ്വലി സ്കെയിൽ ഓഫ് പോയിന്റ്സിലാണ് അത് കൊടുക്കുക. ഓട്ട് നമ്പർഡ് ആയിരിക്കും 3, 5, 7. ഇപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഗുഡ്, 2 എന്ന് പറഞ്ഞാൽ ആവറേജ്, 1 എന്ന് പറഞ്ഞാൽ പോർ. 5 പോയിന്റ് സ്കെയിലും ഉണ്ട്, 7 പോയിന്റ് സ്കെയിലും ഉണ്ട്. ഇനി ഇതിലെ റേറ്റിംഗ് സ്കെയിൽ പലതും ഉണ്ട്. ഒന്ന് ന്യൂമറിക്കൽ സ്കെയിലാണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ 5 പോയിന്റ് അല്ലെങ്കിൽ 7 പോയിന്റ്. ഇപ്പോൾ 5 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ 5 ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്, 4 എബോവ് ആവറേജ്, 3 ആവറേജ്, 2 ബിലോ ആവറേജ്, 1 അൺസാറ്റിസ്ഫാക്ടറി. ഇനി ഡിസ്ക്രിപ്റ്റീവ്, ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വെർബൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡസ് അരുൺ പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലാസ് ഡിസ്കഷൻ, ദിസ് ഈസ് കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ. നെവർ പാർട്ടിസിപ്പേറ്റ്സ് ആണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ്സ് ജസ്റ്റ് ലൈക്ക് അതർ പീപ്പിൾ, അല്ലെങ്കിൽ മോർ ദാൻ അതേഴ്സ് എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുക്കും. ഒരു ക്വസ്റ്റൻ ആണോ അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ. ഈ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് പൊസിഷൻ മാർക്ക് ചെയ്യുക ബിറ്റ്വീൻ 2 എക്സ്ട്രീംസ്. ഇപ്പോൾ എന്താണ്, ഹൗ മച്ച് ഡു യു ലൈക്ക് ദ പ്രൊഡക്റ്റ്, ലൈക്ക് വെരി മച്ച്, ന്യൂട്രൽ ആണോ, ഡിസ്ലൈക്ക് ആണോ, ഡിസ്ലൈക്ക് വെരി മച്ച്. അങ്ങനെ എന്താണെന്നുള്ളത് എന്ത് എക്സ്ട്രീമിൻ്റെ ഇടയിലാണ് എന്നുള്ളത് നോക്കുക. 2 എക്സ്ട്രീം, ഒന്ന് ലൈക്ക് വെരി മച്ച് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് വെരി മച്ച്. ഇനി പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ്, സെക്കൻഡ് ഹയസ്റ്റ്, തേർഡ് ഹയസ്റ്റ്, അങ്ങനെ പേഴ്സൻറ്റേജ് വൈസ് അതിനെ റേറ്റ് ചെയ്യുന്നതാണ് പേഴ്സൻറ്റേജ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബയസ്ഡ് ആവാം, ജനറോസിറ്റി എറർ വരാം. അപ്പോൾ നമ്മൾ റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ആക്ച്വൽ കൺസേൺ ആയിരിക്കില്ല നമ്മൾ കൊടുക്കുക. ചിലപ്പം എല്ലാവർക്കും ഹൈ റേറ്റിംഗ്സ് കൊടുക്കാം. പിന്നെ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവറേജ് റേറ്റിംഗ്സ് കൊടുക്കാനുണ്ടാവും. പിന്നെ ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓവറോൾ ഇംപ്രഷൻ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പേഴ്സണൽ ട്രേറ്റിനെ അനലൈസ് ചെയ്യുന്നത്. പോസിറ്റീവ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹൈ കൊടുക്കും, നെഗറ്റീവ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും റേറ്റ് ലോ കൊടുക്കും. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇവാലുവേഷനെ ഡിസ്റ്റോർട്ടഡ് ആക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്, ലോജിക്കൽ എറേഴ്സും മറ്റു കാര്യങ്ങളും വരാം. ഇനി ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് ടു കളക്ട് റെസ്പോൺസസ് ഫ്രം ഇൻഡിവിജ്വൽസ് ത്രൂ എ റിട്ടേൺ ഫോർമാറ്റ് ഫിൽഡ് ഇൻ ബൈ ദ റെസ്പോണ്ടൻറ്റ്. പിന്നെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു സിംഗിൾ ഇഷ്യൂവിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിന് വേണ്ടി യൂസ് ചെയ്യാം. ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ യൂണിഫോമിറ്റി ഇൻ അപ്രോച്ചാണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, പിന്നെ കമ്പാരബിലിറ്റി ഓഫ് റിസൾട്ട്സിനെ എനേബിൾ ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് കവറേജ് ഓഫ് ദ ടോപ്പിക് ആയിരിക്കാം, ക്വസ്റ്റ്യൻസ് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എല്ലാ ഐറ്റംസും മനസ്സിലാക്കിയാണോ റെസ്പോണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ പല ചലഞ്ചസും ഉണ്ട്. ഇപ്പോൾ പ്രോപ്പർ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഈ ഡാറ്റ കംപ്ലീറ്റ്ലി അൺറിലയബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. ടീച്ചിങ്ങിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. അത് എന്താണ്, റൈറ്റിങ്ങിലായിരിക്കാം സ്റ്റുഡൻസ് ആൻസർ ചെയ്യുന്നത്. ഈ ടെക്നിക്ക് ഈസ് ഓൾസോ കോൾഡ് ക്വസ്റ്റ്യനെയർ ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ്. ഇനി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആദ്യം ജനറൽ ഇൻഫർമേഷൻ, നെയിം, ഏജ്, ക്ലാസ്, ഡിവിഷൻ, സെക്സ്, പിന്നെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, കാസ്റ്റ്, ലൊക്കേഷൻ, സ്റ്റേറ്റ്, റീജിയൻ, ലൊക്കാലിറ്റി, മാരിറ്റൽ സ്റ്റാറ്റസ്. കുട്ടികളോട് ഇപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് വയ്ക്കേണ്ട കാര്യമില്ല. ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ക്വസ്റ്റ്യനെയർ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് ഓപ്പൺ എൻഡഡ്. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഓൺ വേർഡ്സിൽ എഴുതാം. വൈ ഡിഡ് യു ചൂസ് യുവർ BA ഡിഗ്രി ഇൻ ദിസ് കോളേജ്. ഉത്തരം നമുക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ എഴുതാം അല്ലേ. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയർ ആണ്. അടുത്തത് ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാൽ എസ് ഓർ നോ അല്ലെങ്കിൽ അൺഡിസൈഡ്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലൈബ്രറി ഫെസിലിറ്റി ഇൻ ദിസ് കോളേജ്, എസ് ഓർ നോ അല്ലെങ്കിൽ ഡോ നോ, അങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം. മിക്സഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ക്വസ്റ്റ്യനെയറിൽ. ഇനി ക്വസ്റ്റ്യനെയറിൻ്റെ മെറിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കിട്ടും. സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഓഫ് എ പ്രോബ്ലം അസസ് ചെയ്യാൻ പറ്റും. ഇനി യൂണിഫോമിറ്റി, അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ സ്കില്ലൊന്നും വേണ്ട. റേറ്റിംഗ് സ്കില്ലും ചെക്ക് ലിസ്റ്റിനും വേണ്ട അത്രയും ടെക്നിക്കൽ സ്കില്ല് വേണ്ട. പിന്നെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ ക്വിക്കായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഫേക്ക് ചെയ്യും, ചിലപ്പോൾ ഉണ്ടാക്കുന്നവർ തന്നെ മിസ്റെപ്രസെൻറ്റ് ചെയ്യും, അവർ മിസ്റെപ്രസെൻറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നവർ തന്നെ ഡാറ്റ മാനിപ്പുലേഷൻ ചെയ്യാം, മെമ്മറി എറേഴ്സ് വരാം, ചില ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി ടോപ്പിക്ക് മിസ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസിനെ പലരും പല രീതിയിലായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സംഭവിച്ചാൽ റെസ്പോൺസസിനെയും അത് ബാധിക്കാം. ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് ആണ് ഒപ്പീനിയൻ. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്, അബൌട്ട് എ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഇതിനെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ എന്നും പറയുന്നത്. അതായത് ഒരു പേഴ്സൺ ഒരു ഇഷ്യൂവിനെ കുറിച്ചോ ഒരു ഐഡിയയെക്കുറിച്ചോ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചിനും വാല്യൂ സിസ്റ്റംസ് അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ലീനിങ്സിനൊക്കെ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഇനി ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പേഴ്സണൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡഡ് ആണ്, ലൈഫ് ഹിസ്റ്ററി, ഫീലിങ്സ്, പ്രിഫറൻസസ്, ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലി പ്രസൻറ്റഡ് ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് സ്കോറിംഗ് കീ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, സ്കോറിംഗ്, ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ ഇത് സിമിലർ ടു ക്വസ്റ്റ്യനെയർ ആണ് ഇൻവെൻട്രി. മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഒരാളുടെ തന്നെ പേഴ്സണാലിറ്റി ട്രെഡ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റുഡൻസിന് പേഴ്സണൽ ഗൈഡൻസ്, ഇമോഷണൽ സപ്പോർട്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഹെൽപ്പ് ഒക്കെ വേണോ എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും.
ഡിമെറിറ്റ്സ് എന്താന്ന് പറഞ്ഞാൽ ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ ഡാറ്റ മാനിപ്പുലേഷൻ സംഭവിക്കാം, ഈസിലി ഫേക്ക് ചെയ്യാം, അത് ഇന്നക്യുറേറ്റ് റിസൾട്ട്സ് ഒക്കെ കൊണ്ടുവരും. ഓക്കെ, ഇനി അടുത്തതാണ് ടെസ്റ്റ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൂൾ ഓർ പ്രൊസീജിയർ ആണ്. അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് ടാസ്കിനെയോ ക്വസ്റ്റ്യൻസിനോ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇവിടെ സ്റ്റുഡൻസ് ഇൻഡിപെൻഡൻ്റ്ലി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി എന്താണ് യൂസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്ട്രക്ഷണൽ ടൂൾസ് ആണ്. സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാം, റെക്കഗ്നീഷൻ ആൻഡ് അവാർഡ്സ് ഫോർ അച്ചീവ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ആൻഡ് എൻകറേജ് ലേണേഴ്സ് ഉണ്ട്, എൻഹാൻസിങ് ഇൻസ്ട്രക്ഷൻ, ഹാൻഡി, മാനേജബിൾ, എക്കണോമിക്കൽ, ടൈം സേവിങ്, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇവാലുവേഷൻ ഉണ്ട്, എനേബിൾ കമ്പാരിസൺ അമംഗ് ദി സ്റ്റുഡൻറ്റ്. പല ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. ഒന്ന് പെർഫോമൻസ് ടെസ്റ്റ്. അതെന്തായിരിക്കും പെർഫോമൻസ് ടെസ്റ്റ്? ഒരു ടാസ്കിനെ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ റൈറ്റിംഗ് ആൻസേഴ്സ് അല്ല. ഇപ്പോൾ പ്ലേസിങ് പെഗ്സ്, അസംബ്ലിങ് പസിൽസ്, ഇതൊക്കെ എന്താണ്? പെർഫോമൻസ് ടെസ്റ്റാണ്. ഇപ്പോൾ ഡ്രോ എ മാൻ, ഡ്രോ എ ബൈസിക്കിൾ, ഇതൊക്കെ പെർഫോമൻസ് ടെസ്റ്റാണ്. ഇനി മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോമോട്ടർ ഡൊമൈൻ്റെ ഹയസ്റ്റ് എബിലിറ്റി ലെവൽ, ബെസ്റ്റ് എഫേർട്ട് കൊടുക്കുക. അപ്പോൾ മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിലാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി ഹാബിച്വൽ ഓർ ടിപ്പിക്കൽ. ഇവിടെ അഫക്റ്റീവ് ഡൊമൈൻ ആണ് നോക്കുന്നത്, ബിഹേവിയറൽ പാറ്റേൺസ് ആണ് നോക്കുന്നത്, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ്. അപ്പോൾ ഇതിൽ വരുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, ടെമ്പറമെൻറ്റ് ടെസ്റ്റ്, വാല്യൂ ടെസ്റ്റ് ഒക്കെ. ഇനി വരുന്നത് പേപ്പർ പെൻസിൽ. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർമാറ്റ്. ഇവിടെ എന്താണ്? ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക, റെസ്പോൺസസ് എഴുതുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വൈഡ് സിലബസ് നമുക്ക് ഒരു സിറ്റിംഗിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. മെനി സ്റ്റുഡൻസിന് ഒരേ സമയം നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഈസി ടു സ്കോർ ആണ്, പോർട്ടബിൾ ആണ്, പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസ് മാത്രം മതി, എക്കണോമിക്കലാണ് ആൻഡ് ഈസി ടു അഡ്മിനിസ്റ്റർ ആണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, റിസ്ക് ഓഫ് ചീറ്റിംഗ് ആൻഡ് മാൽ പ്രാക്ടീസ് ഉണ്ട്, ഹ്യൂമൻ എറേഴ്സ് പോസിബിൾ ആണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബിക്കോസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ലെഫ്റ്റ് ഫോർ ദി എക്സാം, ദാറ്റ്സ് വൈ. ഇനി ബേസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് കണ്ടീഷൻ, അതായത് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം ടെസ്റ്റ്? സിംഗിൾ ഇൻഡിവിജ്വലിന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് കൊടുക്കാം. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 1 person മാത്രം, ഒരു ട്രെയിൻഡ് എക്സാമിനർ ആയിരിക്കും. പിന്നെ ജനറൽ ക്ലാസ് റൂം യൂസിന് ഇൻഡിവിജ്വൽ ടെസ്റ്റ് പറ്റില്ല. ഇതിന് എക്സാമ്പിളാണ് പെർഫോമൻസ് ടെസ്റ്റ്, പാസ് അലോങ് ടെസ്റ്റ് ഒക്കെ. ഗ്രൂപ്പ് ടെസ്റ്റിൽ മൾട്ടിപ്പിൾ പീപ്പിളിന് ഒരേ സമയം കൊടുക്കുന്നതായിരിക്കും, പേപ്പർ പെൻസിൽ ബേസ്ഡ് ആയിരിക്കും, ഈസിയർ ആൻഡ് ക്വിക്കർ ടു കണ്ടക്ട് ആണ്. ഇതിന് 2 എക്സാമ്പിൾ നോക്കി വയ്ക്കുക, ഡിഫറൻഷ്യൽ പേഴ്സണാലിറ്റി സ്കെയിലും കാലിഫോർണിയ ടെസ്റ്റ് ഫോർ മെൻ്റൽ മെച്യൂരിറ്റി, മൊഹസിൻ ജനറൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്. കമ്പാരിസൺ നോക്കുന്നില്ല. ഇനി ടൈം അനുസരിച്ചിട്ട് 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് സ്പീഡ് ടെസ്റ്റ്. സ്പീഡ് ടെസ്റ്റ് ഈസിയാണ്, എത്ര ക്വിക്കിലിയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും. ഇവിടെ സ്പീഡിലാണ് എംഫസൈസ്, ഡെപ്ത് ഓഫ് നോളേജിലല്ല. അപ്പോൾ എല്ലാ ഐറ്റംസും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് സ്പീഡ് ടെസ്റ്റ്. ഓക്കെ, സ്പീഡ് ടെസ്റ്റും പവർ ടെസ്റ്റും ഡിഫറെൻ്റ് ഉണ്ടാകും, നോക്കി വെക്കണം. പവർ ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ്. ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ സഫീഷ്യൻറ്റ് ടൈം കൊടുക്കും. അതായത് സ്പീഡ് ടെസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് പവർ ടെസ്റ്റ്. ഇനി മീഡിയം അനുസരിച്ച് വെർബൽ ടെസ്റ്റുകളുണ്ട്, ലാംഗ്വേജ് സ്കിൽസ് ആയിരിക്കും. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാംഗ്വേജില്ല, പിക്ടോറിയൽ അല്ലെങ്കിൽ സിംബോളിക് സ്റ്റിമുലി ആയിരിക്കും. ഇനി ലാംഗ്വേജ് ടെസ്റ്റ് എന്താണ്? ലാംഗ്വേജിൻ്റെ എബിലിറ്റീസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. നോൺ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, ഇവിടെ സ്പോക്കൺ റിട്ടേൺ ലാംഗ്വേജിൽ നിന്നും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ഇല്ലിറ്ററേറ്റ് ഇൻഡിവിജ്വൽസിനൊക്കെയാണ് നോൺ ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി കൾച്ചർ സ്പെസിഫിക് ഉണ്ട്, അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. പിന്നെ ഇനി എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്? എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ? അതായത് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എക്സ്പേർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് പ്രൊസീജിയർ, അപ്പറേറ്റസ്, സ്കോറിംഗ്. ഇത് 3ഉം ഫിക്സഡ് ആയിരിക്കും, പ്രിസൈസ് ആയിരിക്കും. ഒരേ ടെസ്റ്റ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈംസിൽ ഡിഫറെൻറ്റ് പ്ലേസിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. നോംസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, സ്കോറിംഗ് കീസ് ഉണ്ടാവും, റിലയബിൾ ആയിരിക്കും, വാലിഡ് ആയിരിക്കും, ലാർജ് സ്കെയിൽ അസസ്മെൻറ്റിന് സ്യൂട്ടബിൾ ആണ്. പിന്നെ ക്ലാസ് റൂം ടീച്ചേഴ്സിന് സ്വന്തമായി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ടൈപ്പ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിലാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് വരുന്നത്, എത്രത്തോളം ലേൺ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ഇൻസ്ട്രക്ഷൻ, അതുപോലെ ഒരു സ്പെസിഫിക് കണ്ടന്റിലുള്ള മാസ്റ്ററി. പിന്നെ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡൊമൈനിലുള്ള സക്സസ് അല്ലെങ്കിൽ അറിവ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഭിരുചിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 2 എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക, എയിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. പിന്നെ ഇന്റലിജന്റ് ടെസ്റ്റ് എന്തിനാണെന്ന് അറിയാലോ, ജനറൽ മെന്റൽ എബിലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ലൈക്ക് റീസണിങ്, മെമ്മറിയും, പ്രോബ്ലം സോൾവ്. ഇപ്പം നവോദയയുടെ എക്സാം ഒക്കെ എന്താണ്? ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് നോക്കുന്നത്. കാലിഫോർണിയ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി, സോഷ്യബിലിറ്റി, ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ. കോളേജ് അഡ്മിഷൻ ടെസ്റ്റുകളും എന്ത് തന്നെയാണ്? സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള എൻട്രി ആണ് നോക്കുന്നത്. ഗേറ്റ്, അതുപോലെ തന്നെ നെറ്റ്, IIT, GE, അതൊക്കെ എന്ത് തന്നെയാണ്? കോളേജ് അഡ്മിഷൻ ടെസ്റ്റുകളാണ്. ഇനി സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് വാലിഡ് ആണ്, റിലയബിൾ ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, എക്സോസ്റ്റീവ് ആണ്, നോം ബേസ്ഡ് ആണ്, ചില സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും, ടൈം ടെസ്റ്റഡ് ആണ്. ഇനി സ്റ്റാൻഡർഡൈസ്ഡ്
ടെസ്റ്റ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഡിസൈൻ, ബ്ലൂ പ്രിൻറ്റ്, പിന്നെ പ്രിപ്പറേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ പൈലറ്റ് ഗ്രൂപ്പ്, ഓരോ ഐറ്റവും അനലൈസ് ചെയ്യുക, ഫൈനൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ഒരു സാമ്പിൾ ഗ്രൂപ്പിന് ഇത് ട്രയൽ കൊടുക്കുക, അതിനുശേഷം അതിൻ്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്യുക, വീണ്ടും പ്രിപ്പറേഷൻ ചെയ്യുക, അതിനുശേഷം ഇവാലുവേഷൻ സ്കീം പ്രിപ്പയർ ചെയ്യുക, സ്കോറിംഗ് കീയും മാർക്കിംഗ് സ്കീമൊക്കെ അതിൽ വേണം, പിന്നെ ആൻസർ സ്ക്രിപ്റ്റ്സിൻ്റെ സ്കോറിംഗ്, പിന്നെ നോംസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, വാലിഡേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫോർ റിലയബിലിറ്റി, പിന്നെ പ്രിപ്പറേഷൻ ഫോർ മാനുവൽ കാര്യങ്ങളെല്ലാം. ഇനി ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്, ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം. കൺസ്ട്രക്റ്റഡ് ബൈ ടീച്ചേഴ്സ് ആണ്, ഫോർ ദെയർ ഓൺ സ്റ്റുഡൻസ് ആയിരിക്കും. ക്ലാസ് റൂം ടീച്ചിങ് ഒബ്ജക്റ്റീവ്സും സിലബസുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. അസസ് ചെയ്യുന്നത് വാട്ട് ഹാസ് ബീൻ ടോട്ട് ആൻഡ് ലേൺഡ് ലോക്കലി. പബ്ലിക് യൂസിന് വേണ്ടിയിട്ടുള്ളതല്ല. കമ്പാരിറ്റീവ് സ്റ്റഡീസിനോ ലാർജ് സ്കെയിൽ അസസ്മെൻറ്റ്സിനോ ഒന്നും ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുക, ക്ലിയർ റെക്കോർഡ് ഓഫ് അക്കാദമിക് പ്രോഗ്രസ് ആണ്, പേഴ്സണൽ ബയസ് മിനിമൈസ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്, റിലയബിൾ ആണ്, വാലിഡ് ആണ് ഇഫ് വെൽ കൺസ്ട്രക്റ്റഡ്, സിമ്പിൾ ടു യൂസ് ആണ്, ബ്രീഫ് ആൻസേഴ്സ്, ഈസി സ്കോറിംഗ്, സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ എൻഗേജ്മെൻറ്റ്, കവർ മൾട്ടിപ്പിൾ കണ്ടന്റ് ഏരിയാസ്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ബേസ്ഡ് ഇൻഫർമേഷൻ, റെഡ്യൂസസ് ദ ഇമ്പാക്ട് ഓഫ് ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ ഏത് സബ്ജക്റ്റ് ടീച്ചറിന് വേണമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാം. പിന്നെ സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് തരിക അബൌട്ട് സ്റ്റുഡൻറ്റ് മാസ്റ്ററി ആൻഡ് പ്രോഗ്രസ്, ഫീഡ്ബാക്ക്, എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, പിന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് മോഡിഫൈ ചെയ്യുക, എൻട്രി ലെവൽ സ്കിൽസ്, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ, ഫോർമേറ്റ് ഇവാലുവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് രണ്ട് തരത്തിൽ വരാം. ഒന്നല്ലെങ്കിൽ നോം റെഫറൻസ്ഡ് നമ്മൾ എന്താണ് കമ്പാരിസന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ക്രൈറ്റീരിയൻ റെഫറൻസ്, അതായത് ഒരു ഫിക്സഡ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ IQ ടെസ്റ്റ് ഒക്കെ എന്താണ് നോം റെഫറൻസ്ഡ് ആണ്, ഒരു പെർട്ടിക്കുലർ നോംസും കാര്യങ്ങളുണ്ട്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ, പ്രീ ഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. CRT ഈസ് ഐഡിയൽ ഫോർ അസസിങ് മിനിമം ലേണിംഗ് എസെൻഷ്യൽസിന് നമുക്ക് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് യൂസ് ചെയ്യാം. NRT അല്ലെങ്കിൽ നോം റെഫറൻസ്ഡ് ഹയർ ലെവൽ എബിലിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ നോം റെഫറൻസ്ഡിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ്, സിറ്റിസൺഷിപ്പ് ടെസ്റ്റ് ഒക്കെ. ഒരു ചില റൂൾസ് ഉണ്ട്, ആ റൂൾസ് അനുസരിച്ച് മാത്രമാണ് നമുക്ക് ആ ടെസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്താണ്, അപ്പോൾ അത് നോക്കുന്നില്ല. എബിലിറ്റി ടെസ്റ്റ് ഡെയിലി. ഇനി പ്രൊഗ്നോസ്റ്റിക് അറിയാലോ, ഫ്യൂച്ചർ പ്രൊഡിക്ഷന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിലോ സ്യൂട്ടബിൾ ആണോ ആ കോഴ്സ്, അക്കാദമിക് ട്രാക്ക്, കരിയർ പാത്തൊക്കെ വേണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും സെൽഫ് ഇൻസൈറ്റിനൊക്കെ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ ടെക്നിക്സ് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റിൽ ആദ്യം വരുന്നത് ഒബ്സർവേഷനാണ്. ടീച്ചർ ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നു വിത്തൗട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻ. റിയൽ ലൈഫ് ബിഹേവിയർ ഒക്കെയാണ്. ഇതിനെ എഫക്റ്റീവ് ആവണമെങ്കിൽ ഇത് ഒരു പർപ്പസ്ഫുൾ ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉണ്ട്, അതായത് ടീച്ചറും ആ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നത്. നോൺ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചർ അതിൽ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കും, ജസ്റ്റ് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒബ്സർവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ബയസ് റെഡ്യൂസ് ചെയ്യും, ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ആക്ച്വൽ ബിഹേവിയർ ആയിരിക്കും. പിന്നെ റെസ്പോണ്ടൻറ്റിൻ്റെ വില്ലിങ്നെസ്സോ കോപ്പറേഷനോ ആയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏത് സെറ്റിങ്ങിലും ഏതൊരു സിറ്റുവേഷനിലും യൂസ് ചെയ്യാം. ചെറിയ ഏജ് ഗ്രൂപ്പുള്ള എല്ലാ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്കും ഇത് സൂട്ടബിൾ ആണ്. പിന്നെ ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്. പിന്നെ എക്സ്റ്റേണൽ ഇൻ്റർഫറൻസ് ഒക്കെ വരാം, ഇന്നസെസിബിൾ ആവാം, പേഴ്സണൽ ബയസും പ്രെജുഡീസ് ഒക്കെ വരാം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ മെത്തേഡാണ്, ഫേസ് ടു ഫേസ് വെർബൽ ഇൻട്രാക്ഷൻ ആണ്. ഒരു കുട്ടിയുടെ ബിഹേവിയർ, തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ ആവാം, അൺസ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ ആവാം, ഡയഗ്നോസ്റ്റിക് ആവാം, തെറാപ്റ്റിക് ആവാം, കൗൺസിലിംഗ് ആവാം. ഫാക്ട് ഫൈൻഡിങ്, ഫീലിംഗ്സ്, ബിഹേവിയേഴ്സ്, എക്സ്പീരിയൻസസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്, റെമഡിയൽ ആക്ഷൻ, കൗൺസിലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റുഡൻറ്റ് തന്നെ അവരെക്കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളും, അത് അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഫീലിംഗ്, പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നീഡ്, പേഴ്സണാലിറ്റി, ചലഞ്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇൻഡിവിജ്വൽ ഗൈഡൻസിനും ലേണിംഗ് സപ്പോർട്ടിനും അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിനും ഒക്കെ വേണ്ടിയിട്ട് സെൽഫ് റിപ്പോർട്ടിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് ഓണസ്റ്റ് ആൻഡ് വില്ലിംഗ് ആണെങ്കിൽ മാത്രമാണ് ഇത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇതിന് മാർക്സ് ഓഫ് ഫോർമൽ റിപ്പോർട്ടിംഗ് ഒന്നുമല്ല, ഒന്ന് ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കേസ് സ്റ്റഡി, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽഡ് ലോങ് ടേം സ്റ്റഡി ഓഫ് എ സിംഗിൾ ചൈൽഡ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പാണ്. എന്തെങ്കിലും അണ്ടർലൈങ് ഇഷ്യൂസ് ഉണ്ടോ അക്കാദമിക് അല്ലെങ്കിൽ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാക്കാനാണ്. പ്രൊസീജിയറിൽ വരുന്നത് കുട്ടിയുടെ ഹെൽത്ത് ഹിസ്റ്ററി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സ്റ്റഡി ഹാബിറ്റ്സ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇമോഷണൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസ് ഒക്കെ ഇതിൽ നമ്മൾ നോക്കും. മൾട്ടിപ്പിൾ സോഴ്സസും ടെക്നിക്സും യൂസ് ചെയ്യും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും. കേസ് സ്റ്റഡിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇൻഡിവിജ്വലൈസ്ഡ് ഇൻ്റർവെൻഷൻസ് ആയിരിക്കും. ബാക്ക്വേർഡ് സ്റ്റുഡൻസ്, മാലഡ്ജസ്റ്റഡ് ചിൽഡ്രൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഒക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. കേസ് ഹിസ്റ്ററിയുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി കേസ് സ്റ്റഡിയാണ്. ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ചൈൽഡ്സ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ബിഹേവിയറൽ ഇൻഫ്ലുവൻസസ് ആണ്. കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്.
ഐഡന്റിഫിക്കേഷനിൽ വരുന്നത് കുട്ടിയുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, സെക്സ്, റിലീജിയൻ, ക്ലാസ് ഡിവിഷൻ, നെയിം ഓഫ് ദ സ്കൂൾ, ഫാദേഴ്സ് നെയിം, ഒക്യുപ്പേഷൻ ആൻഡ് അഡ്രസ്. ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സ്കൂൾസിൽ വരാം. സ്കോളാസ്റ്റിക് വരാം, കണ്ടക്ട് ഹെൽത്ത്, ഇമോഷണൽ അറ്റൻഡൻസ്, ഔട്ട് ഓഫ് സ്കൂൾ ആണെങ്കിൽ ഡെലിക്വൻസി, റിക്രിയേഷണൽ നീഡ്സ്, ഹോം കണ്ടീഷൻസ് ഒക്കെ വരാം. ഫാമിലി ഹിസ്റ്ററിയിൽ ഫാദർ, മദർ, അവരുടെ ഏജ്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ആറ്റിറ്റ്യൂഡ്, എല്ലാവരുടെയും സിബ്ലിങ്സ്, ഹോം ഡിസിപ്ലിൻ മെത്തേഡ്സ്, എന്തൊക്കെ രീതിയിലാണ് വീട്ടിൽ ഡിസിപ്ലിൻ ചെയ്യുന്നത്, ത്രെഡ്സ് ആണോ ബ്രൈബ്സ് ആണോ എന്താണെന്നുള്ളത് നോക്കാം. പാരന്റൽ ഹാർമണി, കോൺഫ്ലിക്റ്റ് ഒക്കെ നോക്കാം. സ്കൂൾ ഹിസ്റ്ററി, ഹെൽത്ത് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് കോണ്ടക്ട്സ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഡിവിയൻ ബിഹേവിയറിനുള്ള കാര്യങ്ങൾ, റെമഡിയൽ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോജക്ട് ടെക്നിക്സ്. നമ്മളൊരു കുട്ടിയുടെ ട്രേഡ്സ്, ഇമോഷൻ, അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഹിഡൻ ആയിട്ടുള്ളത് അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ഇൻട്രോവേർട്ടഡ്, ഷൈ ആൻഡ് ഡീപ്പ് റൂട്ടഡ് ഇമോഷണൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമുക്ക് അവരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വെർബൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റിമുലസ് കാണിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ യൂസ് ചെയ്യുന്നത്. 2 എക്സാമ്പിൾ എന്തായിട്ടും നോക്കി വെക്കണം. റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഉണ്ട്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്സിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള തോട്ട്സും ഫീലിങ്സ് ഒക്കെയാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ ഈ ആൻസറിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല. ഇമോഷണൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ പേഴ്സണാലിറ്റി ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ പേഴ്സണാലിറ്റി ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യാം. ട്രൂ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സബ്ജക്റ്റിനോട് പറയുന്നില്ല. അപ്പോൾ അവർ ഓണസ്റ്റ് ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആയിരിക്കും. ഒന്ന് റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഹെർമൻ റോർഷാക്ക് ആണ്. ഇവിടെ ഒരു 10 സിമെട്രിക്കൽ ആയിട്ടുള്ള ഇങ്ക്ബോൾഡ് കാർഡ്സ്, അത് പിക്ചേഴ്സ് കാണിക്കും. എന്നിട്ട് ചോദിക്കും വാട്ട് ഡസ് ദിസ് ലുക്ക് ലൈക്ക്, ഇത് എങ്ങനെയുണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് റിയാക്ഷൻ, എത്ര പ്രാവശ്യം അവർ എന്തൊക്കെ രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്തു, എത്ര ടൈം എടുത്തു എന്നൊക്കെ വെച്ചിട്ട് അവരുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചറും ഇമോഷണൽ കോൺഫ്ലിക്ട്സും ഡീവിയേഷൻസും ഒക്കെ മനസ്സിലാക്കാം. അടുത്തത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇത് മോർഗൻ ആൻഡ് മുറേ ഡെവലപ്പ് ചെയ്തതാണ്. ഇവിടെ 20 ആംബിഗസ് ആയിട്ടുള്ള, ആംബിഗസ് മീൻസ് കൺഫ്യൂസിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുക്കും. ആ ഓരോ പിക്ചറിലും ചിലപ്പോൾ 1-2 പീപ്പിളുടെ ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് ഒരു സ്റ്റോറി പറയാനായിട്ട് പറയും നമ്മൾ ആ ലേണറിൻ്റെ അടുത്ത്. എന്തായിരിക്കാം മുൻപ് സംഭവിച്ചത്, എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത്, ഇനി ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫിയർ, എന്തെങ്കിലും ഡ്രൈവ്, നീഡ്, കോൺഫ്ലിക്ട്സ് ഒക്കെ പുറത്ത് വരും. ഒരു ഇൻഡയറക്റ്റ് ഓട്ടോബയോഗ്രഫി ആയിട്ടും തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മോർഗൻ ആൻഡ് മുറയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇനി CJ യുങ്ങിൻ്റെയാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇത് മെൻ്റൽ ഡിസോർഡേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വേർഡ് നമ്മൾ കൊടുക്കുന്നു, അവർ ഒരു വേർഡ് കേൾക്കുമ്പോൾ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് അത് വെച്ചിട്ടാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യണമെങ്കിൽ അവർ നോർമൽ. ഇപ്പോൾ ഡിലേ ആണ്, അൺയൂഷ്വൽ റെസ്പോൺസ് ആണെങ്കിൽ എന്തോ ഒരു പൊട്ടൻഷ്യൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പേഴ്സണാലിറ്റി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടും വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ, ആംബിവേർട്ട് ആണോ. അപ്പം മദർ എന്ന് കേൾക്കുമ്പോൾ ഒരാളുടെ നോർമൽ റെസ്പോൺസ് ഫാദർ എന്നുള്ളതായിരിക്കും. മദർ എന്ന് കേൾക്കുമ്പോൾ റെസ്പോൺസ് ഡിലേ ആണെങ്കിൽ ദർ ഈസ് സംതിങ് ട്രിക്കി, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഇനി തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇത് ലിയോപോൾഡ് ബെലാക്കിൻ്റെയാണ്. ഒരു 3 മുതൽ 11 വയസ്സ് വരെ കുട്ടികൾക്കാണ്. അപ്പോൾ 10 കാർഡ്സ് ഉണ്ടാവും. ഇതിൽ അനിമൽ, ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇൻ എവറിഡേ സിറ്റുവേഷൻ. അപ്പോൾ കുട്ടികളോട് സ്റ്റോറീസ് പറയാൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ തന്നെ ഹോം ലൈഫ് എങ്ങനെയാണ്, ഇമോഷണൽ സ്ട്രഗിൾസ്, ഫാമിലി ഡൈനാമിക്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ദെൻ അടുത്തത് സോഷ്യോമെട്രി. JL മൊറന്നോ ആണ് സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത്. സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്തിൻ എ ഗ്രൂപ്പ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അക്സെപ്റ്റൻസ്, റിജക്ഷൻ, ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ് പറഞ്ഞാൽ മറ്റുള്ള ഒരാളോടുള്ള നമ്മുടെ ഹോസ്റ്റിലിറ്റി, ശത്രുത, അല്ലെങ്കിൽ അവരോടുള്ള നമ്മുടെ ഒരു ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ തന്നെ മറ്റു കുട്ടികളെ സെലക്ട് ചെയ്ത് അവരോട് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, കൊളാബറേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നോക്കുന്നത്. ഇനി ഇതിൻ്റെ സോഷ്യോമെട്രിയുടെ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ വിഷ്വൽ ഡയഗ്രത്തിനെയാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക്സ് ഓഫ് ദ ഗ്രൂപ്പാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സോഷ്യോമെട്രിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ആ ഗ്രൂപ്പിൽ ലീഡർ ആണോ അതോ സബ്മിസീവ് ആണോ എന്താണെന്ന് അറിയാൻ പറ്റും. പാറ്റേൺസ് ഓഫ് റിലേഷൻഷിപ്പ്, അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ, അത് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു കുട്ടിയാണോ, ട്രേറ്റ് ബേസ്ഡ് പ്രിഫറൻസ്, ടൈംലി സപ്പോർട്ട്, അതുപോലെ തന്നെ ബാലൻസ്ഡ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യാം, ഫെയർ ആയിട്ടുള്ള ക്ലാസ് റൂം, റിലയബിൾ ഇൻസൈറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നോക്കാനായിട്ട് പറ്റും. ഇനി ഒരു സോഷ്യോഗ്രാമിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സോഷ്യോഗ്രാം 2 മാർക്സിനൊക്കെ ചോദിക്കുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കത് വിടാം. അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു അസസ് ഹൗ വെൽ സ്റ്റുഡൻസ് എത്രത്തോളം ലേൺഡ് അസൈൻ മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ട്, എന്താണ് അവരുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്, നോളജ് സ്കിൽസ് ലെവൽസ് എന്തൊക്കെയുണ്ട്, മെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ് ലെവൽസ്, അക്കാദമിക് പ്രോഗ്രസ്, പിന്നെ ഡയഗ്നോസ്റ്റിക് ഡാറ്റയാണ്, ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്, പ്രിഫറൻസസ്, ഗിഫ്റ്റഡ് ആൻഡ് സ്ലോ ലേണേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എക്കണോമിക്കലാണ്, ടൈം സേവിംഗ് ആണ്, ഒബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ്, കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഓർ ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ വെരിഫൈ ചെയ്യാൻ പറ്റും, അത് മെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്,
പിന്നെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് വെർബൽ റിട്ടേൺ സ്കിൽസ് ആണ്. അപ്പോൾ ഇൻ്റലിജൻസിനെയൊക്കെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ റിസൾട്ടിന് ഇൻഡിഫറൻസ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ലോ മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇനി അടുത്തതാണ് റുബ്രിക്സ്. റുബ്രിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. റുബ്രിക് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ റുബ്രിക്ക എന്ന് കേട്ടിട്ടില്ലേ? അത് റൂബ്രിക്ക. ഓക്കെ, റുബ്രിക്ക എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. റെഡ് ചോക്ക് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഹൈലൈറ്റ് ചെയ്യാൻ, ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡ് ചോക്ക് യൂസ് ചെയ്യുന്നു. ആ വേർഡിൽ നിന്നാണ് റുബ്രിക് വന്നത്. റുബ്രിക് അസസ്മെൻറ്റ് ടൂൾ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഒരു ടാസ്കോ ഒരു പെർഫോമൻസോ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഇവിടെ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റുബ്രിക്സിൽ ഡിസ്ക്രിപ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ പെർഫോമൻസ് ലെവലിനും ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അഡ്വാൻസ്ഡ് ആണോ, പ്രൊഫഷൻ്റ് ആണോ? ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ BBC ഒക്കെ ടെസ്റ്റ് അത് ചെയ്യുമ്പോൾ നമ്മളുടെ ലെവൽ അഡ്വാൻസ്ഡ് ആണ്. ഗ്രാമർ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് അഡ്വാൻസ്ഡ് ആണോ, പ്രൊഫഷണൽ ആണോ, ബേസിക് ആണോ എന്നൊക്കെ പറയും. ഇപ്പോൾ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും പാരൻസിനെയും അവരുടെ എക്സ്പെക്റ്റേഷൻസും പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഇത് പാരൻസിന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് ആയും ആൻഡ് ഒബ്ജക്റ്റീവ് സ്കോറിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ പർപ്പസ്, ഇപ്പോൾ നമ്മളൊരു എസ്സേ ആണ് നോക്കുന്നെങ്കിൽ ഒരു റുബ്രിക് ഓഫ് ആൻ എസ്സേയിൽ നമ്മൾ എന്തൊക്കെ നോക്കും? പർപ്പസ് ഉണ്ടോ, ഓർഗനൈസേഷൻ ഉണ്ടോ, ഗ്രാമർ ഉണ്ടോ, ഡീറ്റെയിൽസ് ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ ഈ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്കോർ ചെയ്യുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എക്സലൻ്റ് കൊടുക്കും. ഇപ്പോൾ ഏതെങ്കിലും ഗ്രാമർ ഇത്തിരി പെശകൊക്കെ ആണെങ്കിൽ ഗുഡ് കൊടുക്കും. ഇനി ഒട്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സാറ്റിസ്ഫാക്ടറി കൊടുക്കും. ഇനി ഒട്ടും പോരെങ്കിൽ നീഡ്സ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കും. ഇനി റുബ്രിക് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യാം? അസൈൻമെൻറ്റ്സിന് യൂസ് ചെയ്യാം, ക്ലാസ് പാർട്ടിസിപ്പേഷൻ, എസ്സേസ്, റിപ്പോർട്ട്സ്, റിഫ്ലക്ഷൻ, പ്രസൻറ്റേഷൻസ്, പോർട്ട്ഫോളിയോസിനൊക്കെ യൂസ് ചെയ്യാം. ഇനി റുബ്രിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അസസ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യും. സെൽഫ് ഇവാലുവേഷൻ ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഓണർഷിപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്, ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സെൽഫ് റിഫ്ലക്ഷൻ, പിയർ ഫീഡ്ബാക്ക്. അക്യുറേറ്റ് ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ്. ക്വാളിറ്റി ഓഫ് ലേണിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ലെസൺ ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്യുന്നതിൽ ഹെൽപ്ഫുൾ ആണ്. ടീച്ചിങ് ആൻഡ് അസസ്മെൻറ്റിനെ അലൈൻ ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് റുബ്രിക്സ് ഉണ്ട്. ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം ചോദിക്കുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഹോളിസ്റ്റിക് റുബ്രിക്സ്, ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഓവറോൾ പെർഫോമൻസ് ആണ്. അപ്പോൾ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കുന്നതിന് കാരണം ആ ഓവറോൾ പെർഫോമൻസിനാണ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഒരു സിംഗിൾ സ്കോറിലേക്ക് കൊടുക്കും. ഓവറോൾ ഇംപ്രഷനാണ് ഇവിടെ കൊടുക്കുന്നത്. കുറച്ചും കൂടി ഈസിയർ ആൻഡ് ഫാസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് റൈറ്റിംഗ് ആണെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആണ്, സഫീഷ്യൻറ്റ് ഡീറ്റെയിൽസ് ആണ്, മേജർ ഗ്രാമർ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ 4 മാർക്ക്. ഓർഗനൈസ്ഡ് ആണ് പക്ഷേ കൊഹറൻസ് ഇല്ല, കുറച്ച് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ 3 മാർക്ക്. കൺസിസ്റ്റൻസി ഇല്ല, ലിമിറ്റഡ് ആണ്, ഒരുപാട് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ 2 മാർക്ക്. ഭയങ്കര മോശമാണെങ്കിൽ 1 മാർക്ക്. അപ്പോൾ ഇതാണ് ഒരു ഹോളിസ്റ്റിക് റുബ്രിക്. മൊത്തത്തിൽ നോക്കിയിട്ടാണ് മാർക്ക് കൊടുക്കുന്നത്, ഓരോന്നും സെപ്പറേറ്റ് അല്ല. ഇനി അനലിറ്റിക് റുബ്രിക്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ക്രൈറ്റീരിയ ആയിരിക്കും. ഓരോന്നിനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും സ്കോർ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഡയഗ്നോസിസ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, ടാർഗറ്റ് ഫീഡ്ബാക്കിനൊക്കെ അനലിറ്റിക് ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നോക്കാം. ഇപ്പോൾ ഓർഗനൈസേഷൻ ഇപ്പോൾ 4 മാർക്ക്, ഡീറ്റെയിൽസിന് 4 മാർക്ക്, ഓരോന്നിനും 4, 5, 3 എന്ന് പറഞ്ഞാൽ ഓരോന്നിനും സെപ്പറേറ്റ് സ്കെയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അനലിറ്റിക് റുബ്രിക്സിൻ്റെ ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ലുക്ക്, അത് നിങ്ങൾക്ക് ഒന്ന് നോക്കി പോകാവുന്നതാണ്. ഇനി മറ്റേത് ജനറൽ റുബ്രിക്സ്. ഇവിടെ കുറച്ചും കൂടെ ബ്രോഡ് ബേസ്ഡ് ടൂൾസ് ആണ്. മൾട്ടിപ്പിൾ ടാസ്ക് ഓർ സബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനറൽ ക്വാളിറ്റീസ് ആണ് ഇവിടെ നോക്കുന്നത്. ജനറൽ റുബ്രിക്സിൽ ഹെൽപ്ഫുൾനെസ്, പാർട്ടിസിപ്പേഷൻ, കോപ്പറേഷൻ, ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട്. ടാസ്ക് സ്പെസിഫിക് റുബ്രിക്സ്, സ്പെസിഫിക് ടാസ്ക്, അസൈൻമെൻറ്റ്, കണ്ടന്റ്, പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി അഫക്റ്റീവ് ഡൊമൈനെ ബാധിക്കുന്ന അസസ്മെൻറ്റ് ടൂൾസ്, ഇത് ചിലപ്പോൾ 4 മാർക്സിന് വരാം. അപ്പോൾ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് ഫീലിംഗ്സ് പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുവേണ്ടി കുറച്ച് സ്പെഷ്യലൈസ്ഡ് അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അതിലൊന്നാണ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ഇപ്പോൾ നമ്മൾ ഒപ്പീനിയർ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അതൊരു ആറ്റിറ്റ്യൂഡ് സ്കെയിലാണെന്ന്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതിൻ്റെ എബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയോടോ, ഒരു ഒബ്ജക്റ്റിനോടോ, ഒരു ആക്ഷനോടോ, ഒരു സിറ്റുവേഷനോടോ ഒരു വ്യക്തി പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡിൽ നോക്കുന്നത്. ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? വെർബൽ ആയിരിക്കും. വെർബലി ഇപ്പോൾ ഗുഡ്, ബാഡ് എന്നൊക്കെ പറയുന്നത് വെർബൽ ആറ്റിറ്റ്യൂഡാണ്. നോൺ വെർബൽ ആയിരിക്കാം, കൊഗ്നിറ്റീവ് ആവാം, ദാറ്റ് മീൻസ് തോട്ട്സ്. ഇമോഷണൽ ആയിരിക്കാം, ഫീലിങ്സ്, ബിഹേവിയറൽ ആക്ഷൻസ്, ഇത്രയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യണോ എഗെയിൻസ്റ്റ് ആണോ? ഡിഗ്രി, ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ? സ്ട്രെങ്ത്, ഇൻറ്റൻസിറ്റി ഓഫ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. സെർട്ടനിറ്റി, കോൺഫിഡൻസ് ആയോടുകൂടിയാണോ പറയുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ടാണോ പറയുന്നത്? കൺസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇനി ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡിൽ പ്രധാന 3 ടൈപ്പാണ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, രണ്ടെണ്ണെങ്കിലും ഓർത്ത് വയ്ക്കുക. ഒന്ന് ലൈക്കേർട്ട് സ്കെയിൽ, മറ്റേത് തെർസ്റ്റോൺ സ്കെയിൽ, മൂന്നാമത്തേത് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. അപ്പോൾ ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് റെനസിസ് ലൈക്കേർട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ
അസസ്മെൻറ്റിൻ്റെ ചിലത് കുറേ പേർക്ക് ലൈക്കേർട്ട് സ്കെയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ലെവൽ ഓഫ് എഗ്രിമെൻറ്റ് 5 പോയിന്റ് സ്കെയിലാണ്. ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രി, അൺഡിസൈഡഡ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് വരാം, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അപ്പോൾ ഇത് ഫേവറബിൾ ആണെങ്കിൽ, അതായത് പോസിറ്റീവ് ആണെങ്കിൽ 5 4 3 2 1 എന്നും, നെഗറ്റീവ് ആണെങ്കിൽ 1 2 3 4 5. ഇത് ഓൾറെഡി അറിയുന്നവർക്ക് മാത്രമാണ് ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ്, ടോട്ടലാണ്. ഹയർ സ്കോർ ആണ്, എത്രത്തോളം ഹയർ സ്കോർ ആണോ അത്രത്തോളം മോസ്റ്റ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ലൈക്കേർട്ട് സ്കെയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും വേണം. മിനിമം 10 സ്റ്റേറ്റ്മെൻറ്റ് വേണം. അത് റാൻഡം ആയിട്ട് മിക്സ് ചെയ്യണം. 5 പോയിന്റ് സ്കെയിലായിരിക്കണം ഓരോ ഈ ഐറ്റത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും റെസ്പോൺസ് കീയും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നോക്കുക. ടോട്ടൽ സ്കോർ എന്ന് പറയുന്ന എല്ലാ റെസ്പോൺസിൻ്റെയും ഒരു സമ്മാണ്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടെങ്കിൽ ഒരാൾ മാക്സിമം എത്ര സ്കോർ ചെയ്യാം? അപ്പോൾ ഒരു ക്വസ്റ്റിന് 5 മാർക്കാണല്ലോ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ മാക്സിമം സ്കോർ 150 ആണ്. ന്യൂട്രൽ സ്കോർ എത്രയായിരിക്കും? അപ്പോൾ 5നും 1നും ഇടയിലുള്ളത് സ്കോർ 3. അപ്പോൾ 30 × 3 90. മിനിമം സ്കോർ 30 ആയിരിക്കും. അപ്പോൾ ഒരാൾ ഈ 150 സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഫേവറബിൾ ആണ്. 90 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. 30 ആണ് സ്കോർ ചെയ്യുന്നെങ്കിൽ മോസ്റ്റ് അൺഫേവറബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പം 90 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയാം. ഇനി 30 ഒക്കെ ആണെങ്കിൽ അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയാം. ഇനി അടുത്തത് തേൺസ്റ്റോൺ സ്കെയിൽ. ലൂയിസ് ലണൻ തേൺസ്റ്റോൺ. ഇപ്പോൾ ലൈക്കേർട്ട് സ്കെയിലും ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലൈക്കേർട്ട് ആണ് ഡെവലപ്പ് ചെയ്തതെന്ന് എഴുതുക, തേൺസ്റ്റോൺ ആണ് ഡെവലപ്പ് ചെയ്തതെന്ന് എഴുതുക. ലൂയിസ് ലിയോൺ തേൺസ്റ്റോൺ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഇതും ഒരു മെത്തേഡ് ഓഫ് ഈക്വൽ അപ്പിയറിംഗ് ഇൻ്റർവെൽസ് ആണ്, ഓൾസോ കോൾഡ് മെത്തേഡ് ഓഫ് ഈക്വൽ അപ്പിയറിംഗ് ഇൻ്റർവെൽസ്. 1 to 11 ആണ് ഇവിടെ സ്കെയിൽ ചെയ്യുന്നത്. ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവറേജ് റേറ്റിംഗ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇപ്പം ഇനി കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഞാൻ പറഞ്ഞു പോയി, ഞാനിത് ചോദിച്ചാലോ കഷ്ടാരത്തിൽ. ചാൾസ് സി ഓസ്ഗുഡിൻ്റെയും JG സുസി PH തൻബോമിൻ്റെ ഒക്കെയാണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ മീനിങ്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നുള്ളതാണ് അർത്ഥം, മീനിങ് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ മെഷർ ചെയ്യുന്നത് സൈക്കോളജിക്കൽ മീനിങ് ആണെന്നുള്ളത് ഓർക്കുക, ഓഫ് കോൺസെപ്റ്റ്സ് ടു ഇൻഡിവിജ്വൽസ്. ഇവിടെ സെമാൻറ്റിക് സ്പേസ് എന്നുള്ള പറയുന്ന ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് കൊണോട്ടീവ് മീനിങ്സ് ഒക്കെ വേർഡ്സ് ഒക്കെയാണ് ഇവിടെ നോക്കുന്നത്. 3 ബൈപ്പോളാർ ഡയമെൻഷൻ ആണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ഗുഡ്, ബാഡ്, സ്ട്രോങ്, വീക്ക്, ആക്റ്റീവ്, പാസീവ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മീനിങ്, സൈക്കോളജിക്കൽ മീനിങ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നു, അത് പോസിറ്റീവ് ആണോ, മോഡറേറ്റ്ലി പോസിറ്റീവ് ആണോ, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ, സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ വരുന്നത്. മീനിങ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മോട്ടിവേഷണൽ സ്കെയിൽ എന്തിനായിരിക്കും? മോട്ടിവേഷന് വേണ്ടിയിട്ടായിരിക്കും. ഇൻട്രസ്റ്റ് അറോസ് ചെയ്യുക, അറ്റൻഷൻ, എൻഗേജ്മെൻറ്റ്, ഒരു ബിഹേവിയറിനെ ഡയറക്റ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് മോട്ടിവേഷണൽ സ്കിൽസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ടോ ഒരു കാര്യത്തിലുള്ള താല്പര്യം. നീഡ്സ്, മോട്ടീവ്സ്, ഡ്രൈവ്സ്, അറ്റൻഷൻ, ഇനേറ്റ് ഓർ ലേൺ, റെസിസ്റ്റൻസ്, ഫറ്റീഗ്. പിന്നെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ സക്സസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്, ഇൻട്രസ്റ്റ്, എബിലിറ്റീസ്, അക്കാദമിക്, വൊക്കേഷണൽ ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. സെൽഫ് റിപ്പോർട്ട് ടൂളും കൂടിയാണ് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരെ ഐ സ്പെൻഡ് മോർ ടൈം ഓൺ സബ്ജക്ട്സ്, ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഐ എന്ന് വെച്ചിട്ടായിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക ഇൻട്രസ്റ്റ് ഇൻവെൻട്രീസിൽ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റ് ഇൻവെൻട്രീസിൻ്റെ ഒന്ന് നോക്കുക. കുഡേഴ്സ് പ്രിഫറൻസ് റെക്കോർഡ് വരുന്നുണ്ട്, വൊക്കേഷണൽ പ്രിഫറൻസ് റെക്കോർഡ് വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രിഫറൻസ് റെക്കോർഡ്, പേഴ്സണൽ പ്രിഫറൻസ് റെക്കോർഡൊക്കെ എന്താണ് ഇൻട്രസ്റ്റ് ഇൻവെൻട്രീസ് ആണ്. പിന്നെയും കുറേ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം കൂടെ വായിക്കാൻ സമയമില്ല. ഇനി ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ മതിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, വെരി ഷോർട്ട് ആൻസർ ആയിരിക്കാം, കംപ്ലീഷൻ ടൈപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഈസി ടു കൺസ്ട്രക്ട് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ 3 ടൈപ്പാണ്, മാച്ചിങ് വരുന്നുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്, എസ് ഓർ നോ ഒക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാം, സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ച്വൽ നോളജിനെ ബേസ് ചെയ്തിട്ടാണ് പെട്ടെന്ന് ആൻസർ ചെയ്യാം. പക്ഷേ ഇത് എൻകറേജ് ചെയ്യുന്നത് റോട്ട് മെമ്മറൈസേഷനാണ്. അപ്പോൾ പ്രോപ്പർ കോണ്ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആംബിഗ്വസ് ആവാം. ഇനി അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ്. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് മിനിമം 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും കറക്റ്റായിട്ട് ഉണ്ടാവുക. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റിലയബിൾ ആണ്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. പിന്നെ ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് എക്സെട്ര. ഓക്കെ, ഇത്രയും മതിയാവും. അപ്പം ഇതാണ് യൂണിറ്റ് 3 പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്സ്.